പാരീസോ? അത് കൊള്ളാലോ. നല്ല ജോലിയായിരിക്കുംന്ന് തോന്നുന്നു. അതേന്നേ. നല്ല ശമ്പളം കിട്ടുന്നുണ്ട്. എനിക്ക് ഒരു കുറവുമില്ല. ഉം. അതൊക്കെ ഇരിക്കട്ടെ, നിങ്ങടെ ഫാമിലി? ഞാൻ മാത്രേ ഉള്ളൂ. അമ്മ നാട്ടിലാ ഉള്ളെ. ആണോ? നിങ്ങള് കല്യാണം കഴിച്ചോ? കഴിഞ്ഞതാണ്. നിങ്ങടെ ഹസ്ബൻഡ് എന്താണ് ജോലി ചെയ്യുന്നത്? അങ്ങേര് ജീവനോടെ ഇല്ല. ആ, അയ്യോ! അങ്ങനെയാണോ? ഉം. എങ്ങനെയാ മരിച്ചത്? അമ്പലത്തിൽ പോകുന്ന വഴിക്ക് വണ്ടി ആക്സിഡന്റ് ആയിട്ട് അങ്ങേര് മരിച്ചുപോയി. എന്റെ ദൈവമേ! എന്നോട് ക്ഷമിച്ചേക്കൂ. ഞാൻ അറിയാതെ സംസാരിച്ച് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്തെന്ന് തോന്നുന്നു. അങ്ങനെയൊന്നുമില്ല. നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് പേര് എന്നോടിത് ചോദിച്ചിട്ടുണ്ട്. അവരോട് മറുപടി പറഞ്ഞ് എനിക്ക് ശീലമായതാ. ആ, അതിരിക്കട്ടെ, നിങ്ങടെ അച്ഛനും അമ്മയോ? അച്ഛനും അമ്മയും രണ്ടുപേരും നാട്ടിലാ ഉള്ളത്. ഓ. അവർക്കൊന്നും ഇവിടെ സെറ്റ് ആവില്ലെന്നേ. ഉം. ഞാനിവിടെ ഒരു വീട് വാടകയ്ക്ക് എടുത്തിരിക്കയാ. അവിടെ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ആ. നിങ്ങള് തീർച്ചയായും വീട്ടിലേക്ക് വരണം കേട്ടോ. നിങ്ങടെ വീട്ടിലേക്കോ? ആ, നിങ്ങടെ വീട്ടിലേക്ക് ഞാനെന്തിനാ വരുന്നെ? എനിക്കും ഇവിടെ ആരും ഇല്ലല്ലോ. ഉം. നിങ്ങള് വരികയാണെങ്കിൽ എനിക്ക് പറയാനും സംസാരിക്കാനൊക്കെ ഒരു ബന്ധം ഉണ്ടാവുമല്ലോ. ശരി. എന്തായാലും നോക്കാം. പക്ഷേ നിങ്ങളെന്തായാലും ഇങ്ങോട്ടേക്ക് ദിവസവും വരണം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ മെസ്സിലേക്ക് ദിവസവും ഭക്ഷണം കഴിക്കാൻ വരണെന്നാ പറഞ്ഞത്. ഓ, നിങ്ങൾ അതിനെക്കുറിച്ച് പറയുമായിരുന്നല്ലേ? സൂപ്പർ ട്ടോ. ശരി, ശരി. എനിക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട്. ഇനിയും കസ്റ്റമേഴ്സ് വേറെ വരാനുണ്ടേ. അവർക്ക് കഴിക്കാനുള്ളതൊക്കെ റെഡിയാക്കി വെക്കണമല്ലോ. ഇന്ന് അൺലിമിറ്റഡ് നോൺ വെജ് കഴിക്കാൻ വന്ന ആദ്യത്തെ കസ്റ്റമർ ഞാനാണല്ലേ? അല്ല, അല്ല. നിങ്ങക്ക് മുമ്പേ ഒരാള് വന്നു പോയിരുന്നു. ജസ്റ്റ് ഇപ്പൊ കഴിച്ചിട്ട് പോയേ ഉള്ളൂ. അദ്ദേഹം പോയപ്പോ തന്നെ നിങ്ങളും വന്നു. ഉം ഹും. സമയം ഇതുവരെ 1 മണി ആയിട്ടില്ലല്ലോ. 1:30 മണിക്ക് എല്ലാവരും വരാൻ തുടങ്ങും. ഓ, ശരി ശരി. എന്നും ഒരു 12:30ക്കൊക്കെ ഞാൻ ഭക്ഷണം റെഡിയാക്കാറുള്ളതാ. പക്ഷേ കസ്റ്റമേഴ്സ് വരാൻ ഒരു 1, 1:30 മണിയൊക്കെ ആവും. ഓക്കെ. എന്നാ ശരി. പിന്നെ ഉം. കാണാവേ. ആ, പോയിട്ട് വരൂ. ഉം. എടാ അളിയാ, നീ ഇപ്പൊ എവിടെ ഉള്ളത്? എടാ, ഞാൻ ഇവിടെ റൂമിലാ. നീ എവിടെയാ ഉള്ളത്? എടാ ഞാനിപ്പോ നാട്ടിൽ വരെ വന്നതാ. നീ എന്താ എന്നോടൊന്നും പറയാത്തെ? അമ്മയ്ക്ക് നല്ല സുഖമില്ലെന്ന് ഫോൺ വന്നിരുന്നു. അതുകൊണ്ടാ പെട്ടെന്ന് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. നേരത്തെ തന്നെ അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നതാ. ഉം ഹും. അത് പിന്നെ ചെയ്യാന്ന് പറഞ്ഞ് ഞാൻ കുറെ നാളായിട്ട് മാറ്റി വെച്ചോണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോ കുറച്ച് ക്രിട്ടിക്കലായി. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്യണമെന്നാ പറയുന്നത്. ഞാൻ എന്തായാലും അവിടേക്ക് എത്താൻ ഒരു മാസമാവും. എന്നാ ശരി. നീ നമ്മടെ കൂടെ ഇരുന്നേ അവരെ സൂക്ഷിച്ച് നോക്കിയോ കേട്ടോ. ശരിയെടാ. അവനപ്പോൾ ഒരു മാസം ഇങ്ങോട്ടേക്ക് വരില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും മെസ്സിലുള്ള പെൺകുട്ടിയോട് സംസാരിച്ച് അവളെ പിക്കപ്പ് ചെയ്ത് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് എൻജോയ് ചെയ്തേക്കാം. ഒന്ന് ശ്രമിച്ച് നോക്കാം. സെറ്റായോ ഓക്കെയാ, അല്ലെങ്കിൽ വിട്ടേക്കാം. ചെറുപ്പക്കാരിയാണ്, കഷ്ടപ്പെടുന്നുണ്ട്. എങ്ങനെയെങ്കിലും സംസാരിച്ച് പ്രണയിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ആവശ്യമുള്ളപ്പോൾ യൂസ് ചെയ്തേക്കാം. ഉം, ശ്രമിച്ച് നോക്കാം. ഉം. ഉം. ഹലോ. ആ, അമ്മ പറഞ്ഞോളൂ. എന്താ മോളെ, ഭക്ഷണം കഴിച്ചോ? ആ, അമ്മ കഴിച്ചു. അമ്മ കഴിച്ചോ? ആ, ഞാൻ കഴിച്ചു മോളെ. എനിക്ക് എപ്പോഴും നിന്നെ ഓർത്ത പേടിയാവുക. കിടന്ന ഉറക്കമൊന്നും വരുന്നില്ല. ആലോചിക്കുമ്പോ മനസ്സ് വല്ലാതെ വിഷമിക്കുന്നു. അമ്മ, എന്താ ഇതൊക്കെ? എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിക്കുന്നത്? ഈ പ്രായായ കാലത്ത് ഒന്ന് മര്യാദയ്ക്ക് ഉറങ്ങിക്കൂടെ? ഇല്ല മോളെ, നിന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞായിരുന്നെങ്കിൽ എനിക്ക് മനസമാധാനായിരിക്കായിരുന്നു. ഉം. ഇതുപോലെ തന്നെയല്ലേ എന്നെ നേരത്തെയും കെട്ടിച്ചു വിട്ടത്. എന്നിട്ടിപ്പോ എന്റെ ജീവിതം എന്തായെന്ന് കണ്ടില്ലേ? ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം കിട്ടണമെന്നില്ല. എനിക്ക് കുറച്ച് സമയം വേണം. പതുക്കെ പതുക്കെ എന്റെ പഴയ ലൈഫിൽ നിന്നും പുറത്തു വരാൻ ശ്രമിക്കാം. എന്നിട്ട് വേണമെങ്കിൽ ഞാൻ വേറൊരു കല്യാണത്തെ പറ്റി ചിന്തിക്കാം അമ്മേ. ശരി മോളെ, നന്നായി ആലോചിച്ച് എനിക്കൊരു നല്ല മറുപടി താ. മനസ്സിലായോ? ശരിയമ്മേ. അമ്മ വിഷമിക്കാണ്ടിരിക്കുക. ശരി മോളെ. ആ, എന്താ മോനെ, സുഖാണോ?
എനിക്ക് കുഴപ്പമൊന്നുമില്ല. ചേച്ചിക്ക് എങ്ങനെയുണ്ട്? എനിക്ക് കുഴപ്പമില്ല. ആ മാരേജ് ബ്രോക്കർ മാണിക്യം ചേട്ടനെ കണ്ടായിരുന്നു. ഒരു നല്ല ആലോചന കയ്യിലുണ്ടെന്നാ പറഞ്ഞ്. നല്ല പെണ്ണാണത്രേ, നന്നായി പഠിച്ചിട്ടുണ്ടത്രേ. അവള് കൊച്ചിനില് ഏതോ കമ്പനിയിൽ ജോലി നോക്കുകയാണത്രേ. മാസം ഏകദേശം 20,000 സമ്പാദിക്കുന്നുണ്ടെന്നാ കേട്ട്. നിന്റെ അഭിപ്രായം എന്താ? നിനക്ക് വേണ്ടി ആലോചിക്കട്ടെ? ഇല്ല ചേച്ചി, വേണ്ട. ഞാൻ ഇവിടെ ഒരു പെണ്ണെ കണ്ടുണ്ട്. ആ പെണ്ണെനിക്ക് സെറ്റാവുമെന്ന് തോന്നി ചേച്ചി. എന്താടാ നീ പറയുന്നത്? ഏതാ ആ പെണ്ണ്? ഞാൻ താമസിക്കുന്ന റൂമിനടുത്തായിട്ട് ഒരു മെസ്സ് നടത്തുന്ന പെണ്ണാ. മെസ്സ് നടത്തുന്ന പെണ്ണാണെന്നോ? അവളിവിടെ ഒറ്റയ്ക്കാ താമസം. ആ? അവളുടെ ഭർത്താവ് ഒരു ആക്സിഡന്റിൽ മരിച്ചു പോയതാണ്. അതുകൊണ്ട് ആ പെണ്ണിന് ഒരു ജീവിതം കൊടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചു. എടാ, എന്താ നീ പറയുന്നത്? അവളുടെ കല്യാണം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചതാന്ന് പറയുന്നു. അങ്ങനെ ഒരു പെണ്ണിനെയാണോ നിനക്ക് കിട്ടിയുള്ളൂ? നീ എന്താ പിച്ചും പേയും പറയാണോ? അതെ ചേച്ചി, ഇതുപോലെ ജീവിതം നഷ്ടപ്പെട്ട ഒരു പെണ്ണിന് ജീവിതം കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിന്നെ കല്യാണം കഴിക്കാൻ അവൾക്ക് സമ്മതാണോ? ഞാനിതുവരെയായിട്ട് അവളുടെ അടുത്ത് ഇക്കാര്യം പറഞ്ഞിട്ടേ ഇല്ല. നാളെ ഞാൻ കഴിക്കാൻ ചെല്ലുമ്പോൾ ഇക്കാര്യം സംസാരിക്കാമെന്ന് കരുതിയിരിക്കുക. നീ എന്താടാ ഈ പറയുന്നത്? നീ ചെയ്യുന്ന ജോലിക്കും നിന്റെ വിദ്യാഭ്യാസത്തിനും നിനക്ക് നല്ലൊരു പെണ്ണിനെ തന്നെ കിട്ടും. അല്ലാതെ നീ ഇങ്ങനെയൊക്കെയുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കാന്ന് വെച്ചാൽ അവൾക്കാണെങ്കിൽ നീ രണ്ടാമത്തെ ഭർത്താവായിരിക്കും. ആദ്യം നീ അത് മനസ്സിലാക്ക്. ഇതൊന്നും അത്ര ശരിയല്ല. അതല്ലേ ചേച്ചി, എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടത്. ഞാനൊരു കല്യാണം കഴിക്കുകയാണെങ്കിൽ അവളെ മാത്രമേ കിട്ടൂന്ന് ഞാൻ തീരുമാനിച്ചു. ഉം, ഇനിയെല്ലാം നിന്റെ ഇഷ്ടം. ഇനി നിന്റെ കല്യാണ കാര്യത്തിൽ ഞാൻ തലയിടില്ല. എല്ലാം നല്ല ആലോചിച്ചും കണ്ടും വേണം ചെയ്യാൻ. ഞാൻ വെക്കണേ. ശരി ചേച്ചി. നാളെ കഴിക്കാൻ പോകുമ്പോൾ ഈ കല്യാണക്കാരി ഞാൻ ഉറപ്പായിട്ടും അവളോട് പറയും. അതിനവള് എന്താ മറുപടി പറയാൻ പോകുന്ന അറിയില്ല. പക്ഷേ അവൾ പോസിറ്റീവായിട്ടൊരു മറുപടി പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമാകും. അതേ, വീട്ടിലാരും ഇല്ലേ? അകത്തേക്ക് വന്നോട്ടെ. ആ നിങ്ങളാണോ? വരൂ വരൂ, അകത്തേക്ക് വരൂ. എന്താ കഴിക്കാൻ വേണ്ടേ? എനിക്ക് കഴിക്കാൻ ഇഡലി മതി. ശരി, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ഇതാ കഴിച്ചോളൂ. ഉം. 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 ഇന്നലെ കാശിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ഞാനിപ്പോൾ അഡ്വാൻസ് ചെയ്തേക്കാം. ഉം. ഗൂഗിൾ പേ ചെയ്താൽ പോരെ? ഉം. അയച്ചിട്ടുണ്ടേ. ഒരുപാട് താങ്ക്സ് കേട്ടോ. താങ്ക്സിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളുടെ അടുത്ത് ഒരു പ്രധാന കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ആ, എന്നോടോ? എന്നോട് എന്ത് പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്? എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമായി. എനിക്ക് നിങ്ങളെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ പറഞ്ഞോളൂ. നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. എന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നോ? അതിന് നിങ്ങൾക്ക് എന്നെക്കുറിച്ച് എന്താ അറിയാവുന്നേ? പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വന്ന് പറഞ്ഞാൽ എങ്ങനെയാ? നിങ്ങളിവിടെ കഴിക്കാൻ വന്നിട്ട് ഒരാഴ്ച പോലും ആയിക്കാണില്ല. അപ്പോഴേക്കും നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായോ? ആ പറഞ്ഞത് ശരിയാ. നിങ്ങൾ സിമ്പിളാണ്, അതുപോലെ തന്നെ നല്ല സുന്ദരിയാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ പെരുമാറ്റം വളരെ സൗമ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് നിങ്ങളെ ഇഷ്ടമായത്. ഉം. പിന്നെ നിങ്ങൾ എന്നോടൊരു വിടുവാണെന്നും പറഞ്ഞില്ലായിരുന്നോ?